ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ റീന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ? 4 മണി ചായക്കൊക്കെ കൂട്ടാൻ പറ്റുന്നൊരു പക്കോട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തുടർന്നും ഇതിലും വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് പടവലങ്ങ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക. എന്തായാലും ചായയുടെ ടൈമായി, 4 മണി ചായയുടെ ടൈമൊക്കെ. അപ്പോൾ ഇവിടെ 2 നിൽക്കട്ടെ. ഇതൊന്നും കൂടി ആവാനുണ്ട്, ഇത് കുറച്ചും കൂടി ആവാനുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമ്മളെ ബേബി പടവലാണ്, അത് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു സ്നാക്സ് ആക്കിയാലോ. നമ്മളെന്നും കറികളല്ലേ അതുകൊണ്ട് കൂട്ടിയിട്ടുള്ളൂ. പരിപ്പ് കറി, തോരൻ, മസാല, അല്ല അവിയലിലേക്ക്, അങ്ങനെ പടവലങ്ങ കൊണ്ട് നമ്മൾ വേറെ ഐറ്റംസ് ഒക്കെ അല്ലേ ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ നമുക്കൊരു പടവലങ്ങ കൊണ്ട് നല്ലൊരു ഫ്രൈ, നല്ലൊരു പക്കോട മോഡൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ചായക്ക് നല്ല പടവലങ്ങ കൊണ്ട് നല്ലൊരു പക്കോടയും നല്ല ചൂട് ചായയും. പക്കോടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗരം മസാല, ജീരകപ്പൊടി, പിന്നെ അരിപ്പൊടി 3 ടേബിൾ സ്പൂണ്, കോൺഫ്ലവറിൻ്റെ പൗഡറും 3 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് കറിവേപ്പില അതിലേക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാം. നല്ലോണം ഒരു പിടി കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. പടവലങ്ങ നന്നായിട്ട് കുരു കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് ഒരു ചന്ദ്രക്കല ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. എൻ്റെ കയ്യിലുള്ള പടവലങ്ങ കുറച്ച് കനമുള്ളതാവുന്നതുകൊണ്ട് ഞാൻ ഇതൊന്ന് നടുക്കൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കീറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈസ് ഒന്ന് കുറഞ്ഞു കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതൊരു ചന്ദ്രക്കല ഷേപ്പ് വരും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ. ഇത് നല്ല വണ്ണുള്ള പടവലങ്ങ വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ നടു ഒന്ന് കീറി കൊടുത്തത്. നിങ്ങളെടുത്ത് ചെറിയ പടവലയാണെങ്കിൽ, ചെറുത് ബേബി പടവലാണ്, അതിന് നമുക്ക് ചെറിയ പടവലാണെന്ന് വെച്ചാൽ നമുക്കൊന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സൈസ് കൂടുതലുണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചന്ദ്രക്കലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ക്രിസ്പി ആയിട്ട്, ചെറുതാവുന്ന സമയത്ത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. ഇതിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കുന്നത് കേട്ടോ, കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമുക്ക് നല്ല ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ, നമ്മൾ ഇങ്ങനെ കോല് പോലെ നീളത്തിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.